കേരളത്തിൽ ബി.ജെ.പി. ആദ്യമായി ഭരണം പിടിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഏറെ നാളത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ബി.ജെ.പിക്ക് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ എത്താൻ കഴിഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു തങ്ങൾ അധികാരത്തിലേറിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന നഗരത്തിന്റെ വികസനത്തിന് ഉതകുന്ന ബ്ലൂ പ്രിന്റ് പ്രസിദ്ധീകരിക്കുമെന്ന്. അതുമാത്രമല്ല, തിരുവനന്തപുരത്ത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തുമ്പോൾ ബി.ജെ.പിക്കാരനായ മേയർ സ്വീകരിക്കാൻ പോകുമെന്ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ബി.ജെ.പിയുടെ മേയർ പോയില്ല എന്ന് മാത്രമല്ല, 45 ദിവസത്തിനകം പ്രകാശനം ചെയ്യുമെന്ന് പറഞ്ഞ ഒരു ബ്ലൂ പ്രിന്റും ഇന്ന് പ്രകാശനം ചെയ്തതുമില്ല. നരേന്ദ്രമോദിയെ എന്തുകൊണ്ട് വിമാനത്താവളത്തിൽ മേയർ വി രാജേഷ് സ്വീകരിക്കാൻ പോയില്ല എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇതിനെതിരെ രൂക്ഷ വിമർശനമായി ഇടതു വലതു നേതാക്കന്മാർ ഇതിനകം തന്നെ രംഗത്തെത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മേയറെ സ്വീകരണ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി.ജെ.പി. പിടിച്ചാൽ ഔദ്യോഗിക വസ്ത്രമണിഞ്ഞ മേയർ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നുവെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പി. വ്യാപകമായി പ്രചരിപ്പിച്ചത്. എന്നാൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ നഗരത്തിന്റെ പ്രഥമ പൗരനായ മേയർക്ക് ആ പട്ടികയിൽ ഇടമില്ല. ഇത് തിരുവനന്തപുരത്തെ ജനങ്ങളെയും ഫെഡറൽ മര്യാദയെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിശദീകരണങ്ങളൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. ബി.ജെ.പിയിലെ ഗ്രൂപ്പിസമാണോ മേയറെ ഒഴിവാക്കുന്നതിന് പിന്നിലെന്നും അതോ വി രാജേഷ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മാത്രം സ്റ്റാറ്റസ് ഇല്ലാത്ത മേയറാണോ എന്നും വി ശിവൻകുട്ടി ചോദിച്ചു. 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നേരിട്ടെത്തി വികസന ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന അവകാശവാദം തെരഞ്ഞെടുപ്പ് കാലത്തെ വെറും പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു എന്നും വിമർശനം ഉയരുന്നുണ്ട്. പ്രഖ്യാപനങ്ങളുടെ പാർട്ടി മാത്രമായി ബി.ജെ.പി. അധപ്പതിച്ചിരിക്കുന്നു എന്നും ഇത് നിരന്തരം നമ്മൾ കാണുന്നതിന് തുല്യമാണെന്നുമാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഇത് സംബന്ധിച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് പ്രസംഗിച്ച നരേന്ദ്രമോദി പ്രസംഗത്തിന്റെ ഏറിയ സമയവും കോൺഗ്രസിനെ വിമർശിക്കാനും വർഗീയപരമായി രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങളെ വിഭജിക്കുന്നതിനുമാണ് സമയം ചെലവഴിച്ചത്. പ്രധാനമന്ത്രി പറയുന്നത് വർഗീയത മാത്രമാണെന്നും കോൺഗ്രസിന്റെ മതേതര കാഴ്ചപ്പാടിന് മോദിയുടെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമില്ലെന്നാണ് ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി കസേരയിലിരുന്ന പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറയുന്നത് അപകടകരമാണെന്നും ഇന്ത്യ എന്ന മഹനീയമായ ആശയത്തെയും രാജ്യത്തിന്റെ മൂല്യങ്ങളെയും വികലമാക്കുന്നതിന് തുല്യമാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിൽ ബി.ജെ.പിയുടെയും സംഘപരിവാറിന്റെയും തെരഞ്ഞെടുപ്പ് അജണ്ട വർഗീയത മാത്രമാണെന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ വ്യക്തമായെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കുകയാണ്. വികസന നേട്ടങ്ങളൊന്നും പറയാനില്ല, രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചോ കേരളത്തിന്റെ മുൻഗണനാ ക്രമങ്ങളെക്കുറിച്ചോ പറയാൻ നാവനക്കിയില്ല, പകരം പറയുന്നത് വർഗീയത മാത്രം. പക്ഷേ ഇത് മതേതര കേരളമാണെന്ന നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും ഉടൻ മനസ്സിലാകും. പല സംസ്ഥാനങ്ങളിലും പയറ്റുന്ന വിഭജന വർഗീയ രാഷ്ട്രീയം കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോകില്ലെന്നും കോൺഗ്രസിന്റെയും ലീഗിന്റെയും യു.ഡി.എഫിന്റെയും മുൻഗണനാ പട്ടികയിൽ ആദ്യത്തേത് മതേതരത്വം സംരക്ഷിക്കുക എന്നതാണ്. വർഗീയ ശക്തികളെ ഈ മണ്ണിൽ കുഴിച്ചുമൂടാനും വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനും മതേതരത്വം സംരക്ഷിക്കാനും ഏതറ്റം വരെയും പോകും. 4 വോട്ടിന് വേണ്ടിയോ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനോ വർഗീയതയെ താലോലിക്കുന്ന നെറികെട്ട നയം കോൺഗ്രസിനും യു.ഡി.എഫിനും ഇല്ലെന്നും കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും മതേതര കാഴ്ചപ്പാടിന് നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് വന്ന കോൺഗ്രസിനെയും മുസ്ലിം ലീഗ് അടക്കമുള്ള കോൺഗ്രസിന്റെ ഘടകകക്ഷികളെ വർഗീയപരമായി പരാമർശിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിച്ചത്. രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട യാതൊന്നും പറയാൻ നരേന്ദ്രമോദി തയ്യാറായില്ല എന്നതാണ് കൗതുകകരമായ ഒരു കാര്യം. തിരുവനന്തപുരത്ത് കോർപ്പറേഷന്റെ ഭരണം പിടിക്കാൻ ബി.ജെ.പി. പയറ്റിയ അതേ നാടകം, അതേ ഒരു മൃദുവർഗീയതയും തീവ്രവർഗീയതയും തരാതരം പോലെ എടുത്തു പയറ്റാൻ പ്രത്യേക മെയ്വഴക്കുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള ബി.ജെ.പി. അത് കേരളം മുഴുവൻ പയറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന പദവി മറന്നുകൊണ്ട് അദ്ദേഹം വർഗീയപരമായ പ്രസംഗങ്ങളും പരാമർശങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വർഗീയ പ്രസംഗം, വർഗീയ പരാമർശം വലിയ ചർച്ചയാകാൻ പോവുകയാണ്. രാജ്യത്തിന്റെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിനകത്ത് ത്യാഗോജ്ജലമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വർഗീയമായി ചിത്രീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കരുത്
എന്റേതായിരുന്നു എന്ന കോൺഗ്രസ് എതിർക്കുന്ന ആളുകൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ ആശയമുള്ള മഹത്തായ പാരമ്പര്യം പേറുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വർഗീയവാദികളാക്കി ചിത്രീകരിച്ചത് ഈ രാജ്യത്തിന് ഭൂഷണമല്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പദവി മറന്നു പോകുന്ന ചെയ്തികളാണ് ഉണ്ടായിരിക്കുന്നത്. എവിടെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ വർഗീയതയുടെ വിഷവിത്ത് പാകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിലെത്തിയ അതേ ജനത്തിന് BJPക്കെതിരെ പ്രവർത്തിക്കാനും വോട്ട് ചെയ്യാനും അറിയാമെന്ന യാഥാർത്ഥ്യം കേരളത്തിലെ BJP നേതാക്കന്മാർ തിരിച്ചറിയണം. എന്തായാലും ബ്ലൂ പ്രിന്റ് പോയിട്ട് ഒരു പ്രിന്റും BJP പ്രസിദ്ധീകരിച്ചില്ല എന്ന് മാത്രമല്ല, വാഗ്ദാനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാനുള്ളത് മാത്രമാണ്. അത് നടപ്പിലാക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് BJP വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അതുമാത്രമല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പരിപാടിക്ക് എത്തുമ്പോൾ ആ പരിപാടിയിൽ സ്വീകരിക്കാൻ മേയർ എത്തേണ്ടതായിരുന്നു. എന്തുകൊണ്ട് VV രാജേഷിനെ മാറ്റി നിർത്തി എന്ന ചോദ്യത്തിന് BJP നേതാക്കന്മാർ കൂടി ഉത്തരം പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്.